എൻ്റെ കൂടെയുള്ളത് മുഹമ്മദ് അസ്മിൽ, 14 വയസ്സുണ്ട്. ഈ മോനെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന നമ്മുടെ ആലപ്പുഴയുടെ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ മാധ്യമരംഗത്ത് സജീവമായി നമ്മളോടൊക്കെ ഒപ്പമുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മോനാണ്. ഈ മോനെ പരിചയപ്പെടുത്തുന്നത് മറ്റൊന്നിനുമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ WNC ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങൾ. ഒരു വൈകല്യങ്ങളുമായി ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ജനിച്ചിട്ടിപ്പോൾ ഏതാണ്ട് 1 മാസമാകുന്നു. ആ കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് അറിയില്ല. അതിന് ഒരുപാട് വൈകൃതങ്ങളുണ്ട്. ഈ മോനെ പേരിടാനായിട്ട് സാധിച്ചു. ആ കുഞ്ഞിന് പേരിടാൻ പോലും കഴിയില്ല. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഈ മോന് ഇങ്ങനെങ്കിലും എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റും. ഇവന് കണ്ണിന് കാഴ്ചയില്ല. ഇവൻ എന്താണ് ഇങ്ങനെ സംഭവിച്ചത്? നമ്മുടെ നാട്ടില്, നമ്മുടെ രാജ്യത്ത് ഇത്രയധികം വൈദ്യശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ചു, ഇത്രയധികം ടെക്നോളജി ഉണ്ടായി. എല്ലാ മാസവും നമുക്ക് സ്കാനിങ് സംബന്ധമായ പരിശോധനകൾ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ എവിടെയാണ് പാളിയത്? നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ ഉണ്ടാകുന്ന ചില അനാസ്ഥ, കെടുകാര്യസ്ഥത, അതിന്റെ ഒരു ഇരയാണ് ഈ മോൻ. ഈ ജീവിച്ചിരിക്കുന്ന ഈ മോൻ അതിന്റെ ഒരു ഇരയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഈ കുട്ടിയുടെ പിതാവും നമുക്കൊക്കെ അറിയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ശ്രീ SK പൊറക്കാട്, നിങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹത്തെ. അദ്ദേഹം ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെടുകയും സാമൂഹ്യ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുഃഖമുണ്ടെന്ന് ഇവിടെ ഒന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്. നമുക്ക് ഇതേക്കുറിച്ച് വിശദമായി അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാം. 2010 ഡിസംബർ 23-നാണ് എൻ്റെ ഈ മകൻ ജനിക്കുന്നത്. ആലപ്പുഴ WNC ഹോസ്പിറ്റൽ എന്നറിയപ്പെടുന്ന കടപ്പുറം ഹോസ്പിറ്റലിലാണ് അദ്ദേഹത്തിന്റെ ഡെലിവറി നടന്നിട്ടുള്ളത്. അന്ന് ഈ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കേട്ട ഈ ഒരു ദുരവസ്ഥ, നമ്മുടെ ഒരു സുഹൃത്തിന് സംഭവിച്ച ഈ ദുരവസ്ഥയ്ക്ക് കാരണക്കാരായ അതേ ഹോസ്പിറ്റൽ തന്നെയാണ് ഈ എൻ്റെ മകനും ജനിച്ച സമയത്തുണ്ടായ അനാസ്ഥയ്ക്ക് കാരണം. അന്ന് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളിലെ അതേ പ്രൊസീജിയർ തന്നെയാണ് അന്നും നടന്നത്. മാസാമാസങ്ങളിലുള്ള സ്കാനിങ്, ആ സ്കാനിങ്ങിൽ നമ്മളോട് ഡോക്ടർമാർ ഒരു കാര്യവും, അതായത് ഈ കുട്ടിക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടെന്നോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നോ ഒന്നും തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ല. അവസാനം 8.5 മാസത്തിലെടുത്ത സ്കാനിങ്ങിൽ പോലും മറ്റെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെന്നോ വൈകല്യമുണ്ടെന്നോ നമ്മളോട് സൂചിപ്പിച്ചിട്ടില്ല ഡോക്ടർ. പക്ഷെ ഡെലിവറി കഴിഞ്ഞ് കുറേയേറെ സമയം കഴിഞ്ഞിട്ടും കുട്ടിയെ നമുക്ക് കാണാനോ അല്ലെങ്കിൽ നമ്മൾ ഏൽപ്പിക്കാനോ കഴിയാതിരുന്ന സാഹചര്യത്തിൽ നമ്മൾ കാര്യം അന്വേഷിച്ചപ്പോഴാണ് സംഭവം നമ്മളോട് അവർ പറയുന്നത്. നമ്മൾ അവിടെ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷമാണ് കുട്ടിയെ കാണിക്കാൻ പോലും അവർ സമ്മതിച്ചത്. അങ്ങനെ മണിക്കൂറുകൾക്ക് ശേഷം കുട്ടിയെ കൊണ്ടുവന്ന് നമ്മളെ കാണിച്ചപ്പോൾ കുട്ടി വളരെ വികൃതമായ ഒരു അവസ്ഥയിലായിരുന്നു കുട്ടിയെ നമ്മൾ കണ്ടത്. ശരീരം മൊത്തം വീർത്ത്, തലയാണെങ്കിൽ സാധാരണ വലിപ്പത്തേക്കാൾ കൂടുതൽ വലിയൊരു തല, മൊത്തം ഇരുണ്ട ഒരു പ്രകൃതി. നമ്മൾ തന്നെ കണ്ടപ്പോൾ ആകെ ഭീതിയിലായി. കാര്യം അന്വേഷിച്ചപ്പോൾ അവർ മറുപടി ഒന്നും പറയാതെ നിങ്ങൾക്ക് എത്രയും വേഗം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ എന്നാണ് നമ്മളോട് അവർ ചോദിച്ചത്. പെട്ടെന്ന് നമുക്ക് ആ കുട്ടിയെ എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിനിടയിൽ നമ്മൾ കുട്ടിയെ കൊണ്ടുപോയി നേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ എത്തി ന്യൂബോൺ ICUയിൽ അഡ്മിറ്റ് ചെയ്യുകയും പിന്നീട് കുറെ ദിവസങ്ങൾക്ക് ശേഷം ആണ് ഡോക്ടേഴ്സ് ഓരോ ദിവസവും നമ്മളോട് ഈ കുട്ടിയുടെ ഓരോ ഡിഫക്റ്റുകൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. കുട്ടിക്ക് തലച്ചോറിന് നല്ല പ്രശ്നമുണ്ട്, തലച്ചോറ് ചുരുങ്ങുന്ന അവസ്ഥയിലാണ്, മാത്രമല്ല ഒരു കണ്ണിന് ഗ്ലൂക്കോമ ബാധിച്ചിട്ടുണ്ട്. നമ്മളോട് അന്ന് പറഞ്ഞത് കുട്ടി കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ല എന്നാണ്. എന്നാൽ കുട്ടിക്ക് ഇപ്പോൾ 14 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. ഇത്രത്തോളം കാലം നമ്മൾ അവന്റെ കൂടെ ജീവിക്കുകയാണോ, നമ്മളോടൊപ്പം ജീവിക്കുകയാണോ? ഇത്തരം കുട്ടികൾ ഭൂമിയിൽ ജനിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള നമ്മുടെയൊക്കെ വിഷമം അതാണ്. ഇത്തരം കുട്ടികൾ ഭൂമിയിൽ ജനിച്ചു വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാലാകാലങ്ങളിലുള്ള ചികിത്സയും മറ്റ് സംവിധാനങ്ങളും അവർക്ക് വേണ്ട പരിചരണവും ഒക്കെ കൊടുക്കേണ്ടത് ഈ മാതാപിതാക്കളാണ്. ഇപ്പോൾ ഉള്ള ഈ സംഭവം എന്ന് പറയുന്നത് കുറെ ദിവസം കഴിയുമ്പോൾ, മീഡിയ അറ്റൻഷൻ ഇല്ലാതായി കഴിയുമ്പോൾ ഈ സംഭവം നമ്മുടെ കാലയവനികൾക്കുള്ളിൽ മറഞ്ഞുപോകും. നമ്മുടെയൊക്കെ ചിന്തകളിൽ നിന്ന് തന്നെ ഈ ഒരു സംഭവം മറഞ്ഞുപോകും. പിന്നീട് ഈ കുട്ടിയുമായിട്ട് ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടത് അവരുടെ മാതാപിതാക്കൾ മാത്രമാണ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്, ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു ഹോസ്പിറ്റലിലും, ഈ ഹോസ്പിറ്റലിൽ എന്നല്ല ഒരു ഹോസ്പിറ്റലിലും ഉണ്ടാകാൻ പാടില്ല. ഒരു മാതാപിതാക്കൾക്കും ഇത്തരമൊരു അവസ്ഥ, ദുരനുഭവം ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ട നടപടികൾ ബന്ധപ്പെട്ടവർ ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും. നമ്മൾ ഈ മോൻ ജനിച്ച ശേഷം കയ്യിൽ കിട്ടുന്നത് തന്നെ ഞാനും മോനും 2 സ്ഥലത്തായിട്ടാണ്. അപ്പൊ ആ ഒരു വിഷമം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം ഒന്നിങ്ങനെ കയ്യിലോട്ട് കിട്ടുക, പിന്നെ ഭയങ്കരമായ ശ്വാസം മുട്ടലായിട്ടാണ് ഞാൻ കാണുന്നത് തന്നെ. അതിനുശേഷം മോനെ കൊണ്ട് നേരെ അങ്ങോട്ടും 2 സ്ഥലത്തായതിൻ്റെതായിട്ടുള്ള ഭയങ്കര വിഷമം. കുഞ്ഞിന്റെ വിവരങ്ങളൊന്നും അറിയുന്നില്ല. അവിടുത്തെ വണ്ടാനം ഹോസ്പിറ്റലാണെങ്കിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും അവരാണെങ്കിലും കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. മോനായിട്ട് ഈ പരിശോധനയും കാര്യങ്ങളുമായി മോന്റെ പൊക്കിൾ കൂടി അടന്നു പോവുകയും ആന്റിബയോട്ടിക് കൊടുക്കുകയും പിന്നെ ഇവിടുന്ന് നേരെ 6 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ആയി പോയെങ്കിലും പിന്നെ ഞങ്ങൾ ആ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർ നമ്മളെ കുറിച്ചൊന്ന് അന്വേഷിക്കാനോ എടുക്കാനോ അങ്ങനെ പോലും പുള്ളിക്കാരി തയ്യാറായത് പോലും ഇല്ല. ഈ 8.5 മാസം ആയപ്പോൾ പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരു വെള്ളക്കൂടുതലാണോ, അതാ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണോ എന്നൊരു പ്രശ്നം പറഞ്ഞതല്ലാതെ വേറൊന്നും പറയുക എടുക്കുക ഒന്നും ചെയ്തുമില്ല. പിന്നെയുള്ള മോന് ഒരുപാട് പ്രശ്നങ്ങൾ. ഇത് തന്നെയല്ല, മോന് കണ്ണിന് പ്രശ്നം, ചുമ്മാ മോന്റെ കണ്ണിന് ട്രീറ്റ്മെന്റ് ഇതാക്കുക, പ്രാഥമിക കാര്യങ്ങൾ പോലും മോനൊന്നും ചെയ്യാനോ എടുക്കാനോ ഉള്ള ഇതില്ല. തലച്ചോറാണെങ്കിൽ ഭയങ്കരമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പൊ അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും മോന് അത് കിടന്ന് ബുദ്ധിമുട്ടുന്നു. മോന്റെ സങ്കടങ്ങളും ഞങ്ങൾ കഷ്ടപ്പെടാം, നമ്മൾ മാതാപിതാക്കളാ, ജന്മം കൊടുത്തു പോയി. പക്ഷെ മോൻ ഓരോ തരത്തിലും കിടന്ന് വിഷമിക്കുന്നത്, പല്ലെടുക്കുക, മധുരമുള്ളൊരു ഭക്ഷണം പോലും മോന് കഴിക്കാൻ പറ്റുന്നില്ല. മധുരം ഇട്ടൊരു ചായ കൊടുക്കാൻ പറ്റുന്നില്ല. പല്ലിന് പ്രശ്നമാണ്, കംപ്ലീറ്റ് പല്ല് എടുത്തോണ്ടിരിക്കുക ഞങ്ങള്. ഫിക്സിന്റെ മരുന്നാണെങ്കിൽ ധാരാളം, എത്രയെന്നും പറഞ്ഞ എത്ര കുപ്പി മരുന്നുകളാ കൊടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങള്. നരമ്പ് സംബന്ധമായിട്ട് ഇതാണെന്നും പറഞ്ഞ് അത് ഒരു നേരം കൊടുത്തില്ലേ മോന് ഫിക്സ് വരും. വന്നു കഴിയുമ്പോൾ ഒരു സൈഡ് മൊത്തം തളർന്ന് സ്ട്രോക്ക് ആയിട്ടാ പോലെയാ വരുന്നത്. 5-6 ദിവസം ഞങ്ങൾ വണ്ടാനം ഹോസ്പിറ്റലിലാക്കാം. എന്തെല്ലാം ഒരു ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവര് ഇറങ്ങി പെട്ടെന്ന് തന്നെ നിങ്ങൾ ICU ഇറങ്ങും. ആ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ സുരക്ഷ വെച്ച് നോക്കുവാണെങ്കിലും നമ്മൾ ഇതെല്ലാം കണ്ടും ഒന്നും കാണാത്ത നമ്മൾ ഇതൊക്കെ കണ്ടും കേട്ട് വിഷമിക്കുക ചെയ്യുന്നത്. അങ്ങനെ മോനെ ശ്രീചിത്രയിലാക്കി, അങ്കമാലി ഹോസ്പിറ്റൽ, ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാക്കി. ഒരുപാട് ചികിത്സയും കാര്യങ്ങളും. ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ ഇനിയും ആർക്കും വരുത്തരുതെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ തുടർന്നും ഇതിനെക്കാട്ടിയൊക്കെ ഓരോ സംഭവങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അതിലേറെ വിഷമമുണ്ട്. ഞങ്ങൾ ഓരോ കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. ഇനി ഇത്രയൊക്കെ സംവിധാനങ്ങളുള്ള സ്ഥിതിക്ക് ഇതെല്ലാം ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. നമുക്കിപ്പോ വന്നത് നമുക്ക് മാത്രമായിട്ട് ഒതുങ്ങി നമ്മൾ നിൽക്കുമോ? നാളെ മോനെ നോക്കുന്നത് ആരെന്നാണ് നമ്മുടെ ചിന്താഗതി. എന്തെങ്കിലും വൈകാരികയുടെ കാര്യങ്ങളും എല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമാണ്. അവന്റെ കാര്യങ്ങൾ ആര് ചെയ്യും? ഇപ്പൊ അധികം വയസ്സ് ജീവിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും വയസ്സ് വരെ ആയി. മുന്നോട്ടിനി എത്ര വയസ്സ് വരെ ഉണ്ടാവുമെന്ന് നമുക്കൊരു, ചിലപ്പോൾ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടായിരിക്കാം മോന്റെ എടുക്കുക. അതൊക്കെ ദൈവ തീരുമാനങ്ങളാണ്. അതുകൊണ്ട് ഇത് എത്രയും നേരം എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് ഡോക്ടർമാര്. മോന് കണ്ണില് ഗ്ലൂക്കോമയുടെ സർജറി ആദ്യം ജനിച്ചപ്പോ ചെയ്ത്, അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ചെയ്ത്. ഇപ്പൊ ഈ 14 വയസ്സുള്ള കുഞ്ഞിനെ തിമിരം, നമുക്ക് ഇതൊക്കെ ആദ്യ അനുഭവങ്ങളാണ്. ഞങ്ങൾ ഈ പ്രായമായ തിമിരം എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കുന്നത്. ഇത് ഇത്രയും കുഞ്ഞുള്ള ഈ 14 വയസ്സുള്ള കുഞ്ഞിനൊക്കെ ഈ തിമിരം ഉണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ഇതാ. ഓന്റെ കണ്ണിന് കംപ്ലീറ്റ് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. അടുത്ത കണ്ണിലോട്ടും BP ബാധിക്കൂ എന്നാണ് പറയുന്നത്. അതും ഇപ്പൊ തലക്കിട്ടടി, ഭയങ്കരമായ കരച്ചില്. അപ്പം CT ചെയ്തപ്പം തലച്ചോറ് ഭയങ്കരമായിട്ട് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം കൊണ്ട് ഞങ്ങൾ ആകെപ്പാട് വിഷമത്തിലാണ്. ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഫുൾ ടൈമും, പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവന് ഫുൾ ടൈമും പാമ്പേഴ്സ് വെക്കാതെ അവനെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. അവൻ ആ പാമ്പേഴ്സ് വെച്ചാൽ തന്നെ പെട്ടെന്നാണ് അവൻ ഊരിയിട്ടിട്ട് അടുത്ത ഇതിലോട്ട് അവൻ പോകുന്നത് തന്നെ. എപ്പോഴും ഒരാൾ ഇവന്റെ കൂടെ തന്നെ നിൽക്കണം. നമുക്കൊരു പനി വന്നാൽ പോലും നമ്മൾ ഇവന്റെ കൂടെ തന്നെയാണ്. ഇവൻ എന്ത് ചെയ്യുന്നെന്ന് നോക്കിയാണ് നമ്മൾ ഇരിക്കുന്നത്. മോനെ ആണെങ്കിൽ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റൊരു ഡോക്ടർ ഈ എന്നെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്, സർജറി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ കണ്ണെല്ലാം കെട്ടിവെച്ചിരിക്കുവാണെങ്കിലും നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അറിവുണ്ടല്ലോ. അപ്പം മോനെ അങ്ങനെ എടുക്കരുതെന്ന് വേറൊരു ഡോക്ടർ ഈ ഡോക്ടറോട് പറയുന്നത് എനിക്ക് നല്ല വ്യക്തമായിട്ട് കേൾക്കാം. അപ്പൊ എല്ലാരും നമ്മൾ മറ്റുള്ള ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ചോദിക്കും, നിങ്ങൾ എടുത്തതിൽ വന്ന മിസ്റ്റേക്ക് ആണോ, അതോ അതാ ഇങ്ങനെ നിങ്ങളോട് ജനിച്ചപ്പോ കുഴപ്പമൊന്നും, ഗർഭാവസ്ഥയിൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഇനി എടുത്തതിൽ വന്ന മിസ്റ്റേക്ക് ആണോ? എന്തായാലും ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. കാരണം ഇത് നല്ല വ്യക്തമായിട്ട് കേട്ടതാണ്. അങ്ങനെ എടുക്കരുത്. ഒരാളൊരു തീയിൽ ചവിട്ടാൻ പോകുമ്പോൾ ചവിട്ടില്ലേ എന്ന് പറയുന്നത് പോലെയാണ് വേറൊരു ചെയ്തോണ്ടിരുന്ന ഒരു ഡോക്ടർ മോനെ എടുത്തോണ്ടിരുന്ന സമയത്ത് അങ്ങനെ എടുക്കല്ലേ എന്നാ ഡോക്ടറോട് പറഞ്ഞത്.
റാണി അഫ്സൽ എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഞാൻ എന്നെ സർജറി ചെയ്തത്. ആ ഡോക്ടർ, സുധ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ റാണി അഫ്സൽ ഡോക്ടറോട് പറയുന്നുണ്ട് അങ്ങനെ എടുക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അതിൽ എടുത്തതിൽ വന്ന മിസ്റ്റേക്ക് ആണ്. എന്താണെങ്കിലും ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുവാണ് മോന്റെ ഈ കാര്യങ്ങൾ കൊണ്ട്.